മണ്ഡലത്തിലാണ് ഇപ്പോൾ ഈ ദമ്പതികൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. രണ്ടുപേരും വാഴമുട്ടം സ്വദേശികളാണ്. അവരെയാണ് ഇപ്പോൾ വിവാഹ പന്തലിൽ നിന്ന് നേരെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. രണ്ടുപേരും ക്യൂവിൽ നിൽക്കുകയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് ഈ ബൂത്തിൽ അനുഭവപ്പെടുന്നത്. അശ്വന്ത്, ദിവ്യശ്രീ എന്ന് പറയുന്ന ദമ്പതികളാണ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. അശ്വന്ത്, ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവ ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മംഗളകർമ്മം നടന്നിരിക്കുകയാണ്. അതിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നേരിട്ട് ഈ വോട്ടെടുപ്പിൻ്റെ ഭാഗമാകാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്? ആക്ച്വലി ബൂത്ത് നമ്മുടെ മണ്ഡപത്തിൻ്റെ വീടിൻ്റെ ഇടയ്ക്കാണ്. വോട്ട് ചെയ്യാൻ വരണമെന്നുള്ള ഒരു തീരുമാനം എടുത്തായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞിട്ടാണ് നേരെ വന്നത്. തിരഞ്ഞെടുപ്പ് ഒരിക്കലും മിസ്സാക്കാറില്ല അല്ലേ? ഇന്ത്യയിലുള്ളപ്പോൾ ഒരിക്കലും മിസ്സാക്കാറില്ല. ഇത് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ ആ ദിവസം തന്നെ ഇതിനും കൂടി ഒരു സമയം കണ്ടെത്തിയത് എന്തുകൊണ്ടാണ്? കാരണം തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പ്രാധാന്യത്തിൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഡോക്ടർ ദിവ്യശ്രീ കൂടി ഇവിടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വധു ഇപ്പോൾ ഈ ഒരു വിവാഹമംഗള ദിവസം നേരെ ഇങ്ങോട്ടേക്കാണ്. എങ്ങനെ കാണുന്നത്? സന്തോഷമുണ്ട്. വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയ സന്തോഷമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാറുണ്ട്? വോട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു തിരക്ക് കാരണം വിവാഹപ്പന്തലിൽ നിന്ന് നേരെ എത്തിയതാണ്. അവിടെയും തിരക്കുകളുണ്ടാവും. 1:30 തിരിച്ചു കയറണം, വീട്ടിൽ കയറണം. അതിന് മുന്നേ ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. നീണ്ട ക്യൂ ആണ് ഇവിടെ കാണുന്നത്. കാണുന്നുണ്ട്. GK, ഈ നിയമമണ്ഡലത്തിൽ നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും വാശിയേറിയ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നിയമം എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാ ബൂത്തുകളിലും ഇതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു ക്യൂ ആണ് കാണുന്നത്. രാവിലെ മുതൽ തന്നെ നീണ്ട നിര ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ നവദമ്പതികളും എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവരും ഈ ക്യൂവിൻ്റെ ഭാഗമായിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവർ ഈ വോട്ടും കൂടി ചെയ്ത ശേഷം തിരികെ വിവാഹ പന്തലിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും. GK.